ആറ്റുകാൽ ക്ഷേത്ര മഹോത്സവത്തിന്റെ മൂന്നാം ദിനവും ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക്. വിദേശികളടക്കം നിരവധി പേരാണ് ക്ഷേത്ര ദർശനത്തിനെത്തുന്നത്. ADGP S. ശ്രീജിത്തും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഭക്തിസാന്ദ്രമാണ് ആറ്റുകാൽ. എങ്ങനെയാണ് അവിടുത്തെ ഒരു ഭക്തജനത്തിരക്ക്? ഒപ്പം അവിടുത്തെ ക്രമീകരണങ്ങൾ ഏതുവരെയായി? ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും വിവിധ കേന്ദ്രങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്ര പരിസരത്തും അത്തരം ഒരുക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിലും ഇന്നും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് വിദേശികളടക്കമുള്ളവർ കൂടുതലായി ഇക്കുറി പൊങ്കാലയ്ക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം നമുക്കിപ്പോൾ വിദേശികളായിട്ടുള്ള ആളുകൾ അവർ ക്ഷേത്ര ദർശനത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ചകൾ. അങ്ങനെയാണ് ഇന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ സാധാരണയിൽ കൂടുതലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. കൂടുതൽ ആളുകൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്നു. അതിൽ വിദേശികളടക്കമുള്ള ആളുകൾ കൂടുതലായി ഉണ്ട് എന്നുള്ളതാണ് ഇക്കുറിയത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അത് ഒരു പ്രത്യേകതയെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ വിദേശികളൊക്കെ എത്തുന്നതാണ്, പക്ഷേ ഇത്തവണ അത് കൂടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കാഴ്ചകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് പ്രധാന ചടങ്ങായി ഉണ്ടായിരുന്ന ഇന്ന് രാവിലത്തെ 9:15 ആരംഭിച്ച കുത്തിയോട്ട വ്രതാരംഭമാണ്. ആ വ്രതാരംഭത്തോടെയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. 592 ബാലന്മാരാണ് ഇത്തവണ കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കൂടുതൽ ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. രാവിലെ തുടങ്ങിയ ചടങ്ങുകൾ വിവരിക്കുകയാണെങ്കിൽ കുത്തിയോട്ട ബാലന്മാർ ദേവിയെ വണങ്ങിയ ശേഷം പള്ളിപ്പലകയിൽ 7 വെള്ളിനാണയങ്ങൾ സമർപ്പിച്ച് ക്ഷേത്ര മേൽശാന്തിക്ക് അനുഗ്രഹം വാങ്ങി വ്രതം ആരംഭിച്ചു എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ബാലന്മാർ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് 1008 നമസ്കാരം ദേവിക്ക് മുന്നിൽ പൂർത്തിയാക്കുന്നു. പിന്നീട് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ചടങ്ങുകൾ അതൊക്കെ പൂർത്തിയാക്കിയ ശേഷം പൊങ്കാല ദിവസവും കഴിഞ്ഞിട്ട് ഈ രീതിയിൽ ഇവരുടെ വ്രതം പൂർത്തിയാക്കുന്നതാണ് എന്നുള്ളതാണ് ചടങ്ങ്. എന്തായാലും അതോടൊപ്പം തന്നെ ദേവിയെ കോവലൻ കല്യാണം കഴിക്കുന്നതിൻ്റെ വർണ്ണനകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള തോറ്റംപാട്ടും ഇന്ന് ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ ADGP S. ശ്രീജിത്ത് അവതരിപ്പിക്കുന്ന ശ്രീജിത്തും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ ഇവിടുത്തെ അംബ ഓഡിറ്റോറിയത്തിൽ, പ്രധാന ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കും. അതിനുശേഷം രാത്രി 10 മണിയോടെ തമിഴ് ഇതിഹാസ ഗായകനായിട്ടുള്ള ഡോക്ടർ മനു അവതരിപ്പിക്കുന്ന ഇസൈമഴ എന്ന് പറയുന്ന പ്രോഗ്രാമും ഇന്ന് ഈ ഉത്സവോത്സവത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സ്റ്റേജുകളിലായി നിരവധി കലാപരിപാടികളും തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവരുടെ തിരക്കും ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നു. ആറ്റുകാലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.